നമസ്കാരം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ താൽക്കാലിക വാച്ചർമാരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. 920 രൂപ ദിവസവേതനത്തിന് ജോലി നോക്കുന്ന ഇവർക്ക് ഒരു മാസം ലഭിക്കുന്നത് 12,000 രൂപയോ 13,000 രൂപയോ മാത്രമാണ്. ബാക്കി വരുന്ന തുക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ പേരിൽ എഴുതി വാങ്ങുകയാണത്രേ. പാവപ്പെട്ട ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളെയാണ് താൽക്കാലിക വാച്ചർമാരായി നിയമിക്കുന്നത്. ഇവരുടെ അജ്ഞതയും പേടിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുതലെടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേര്യമംഗലം റേഞ്ചിന് കീഴിൽ താൽക്കാലിക വാച്ചറായി ജോലി നോക്കിയിരുന്ന വാളറ സ്വദേശി വർഗീസിന്റെ വെളിപ്പെടുത്തലുകൾ. 33 വർഷമായിട്ട് ഡെയിലി ബേസ് വാച്ചറായിട്ട് മറ്റേ നേര്യമംഗലം റേഞ്ചിൻ്റെ കീഴിൽ 6-ാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. രാത്രിയും പകലും ഒക്കെ ജീവൻ ഉപയോഗിച്ച് ആനേനെയും പാമ്പിനെയും പേടിച്ച് 2 തവണ എന്നെ ആന കൊല്ലണ്ടായിരുന്നു. ആ ഒരു കുട്ടി കലങ്ക് പൊളിക്കണമെന്ന് ഇവർ പറഞ്ഞ് പൊളിച്ച് വിവാദം ഉണ്ടായ കലങ്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിരിക്കുമ്പോൾ വനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പൊളിച്ചു. ഒരു ഫോറസ്റ്റ് വെള്ളം അടിച്ച് ജീവൻ പങ്കായിരുന്ന വെള്ളം എടുക്കാൻ പോയപ്പോൾ ആന തോട്ടിലേക്ക് ഇടാറുണ്ട്. അവിടെ എടുക്കാൻ പറ്റില്ല. ഞാനൊരു കലങ്ങിൻ്റെ അടിക്കരി ഇട്ടിട്ട് തന്നെ വെള്ളം എടുത്തുകൊണ്ട സമയത്ത് ഇവർ JCBക്ക് എന്നെ എന്തോ അവർക്ക് ബസ് പറ്റിയായിരിക്കും എന്നെ ഇടിച്ച് താത്തി ഞാൻ മരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു എൻ്റെ അടിയിൽ ആളുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് അവിടുത്തെ ഫോറസ്റ്റുകാരെല്ലാം കൊണ്ടുപോയി അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ അങ്ങനെ എൻ്റെ ജീവൻ രക്ഷിച്ചത്. എനിക്ക് 10-30,000 രൂപ ചിലവുണ്ട്. 5 പൈസ പോലും ഒരു തന്നില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് ഈയിടെയായിട്ട് എനിക്ക് അറ്റാക്ക് ഉണ്ടായി. ഞാൻ 2022 പോരണത്. പണി വേണ്ടെന്ന് വെച്ച് പോകുന്നതാണ്. എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ 11 മാസം ശമ്പളം തരാനുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് എഴുതുന്ന ശമ്പളം ഞങ്ങൾ ഈ 30 ദിവസം രാത്രിയും പകലും പണിത് ഞങ്ങൾക്ക് ഒരു 13,000 രൂപ കിട്ടണം. അതിൻ്റെ അകത്ത് 5,000-6,000-7,000 രൂപ വേറെ ബിനാമി വെച്ച് അവർ എഴുതിയെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ രേഖയുണ്ട് അതിന് എടുത്തേക്കണേ. എൻ്റെ മസ്റ്റോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിൽ തരുകയാണ് ചെയ്യുന്നത്. പണിയെടുക്കാത്തവൻ്റെ പേരിൽ കൊടുത്തിട്ട് അതിൻ്റെ കിട്ടുന്ന പകുതിയിലധികം കാശ് അവരെടുക്കും. ഇവരെന്തെങ്കിലും നക്കാപ്പിച്ചിട്ട് ഈ രീതിയിൽ ഞങ്ങൾ നടന്ന് ഞാൻ സ്വയം മാറിയതാണ്. ഈ കാട്ടിൽ ഞാൻ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ എത്ര വർഷമായി. എല്ലാ ആദിവാസി കൂടിയിലും എന്നെ അറിയാം. പടിക്കപ്പ് കൂടി അതുപോലെ മാമലക്കണ്ടം പിണവൂർ കൂടി എല്ലാ സ്ഥലത്തും രാത്രിയും പകലും ഞാൻ നടക്കില്ല. രാത്രി 1 മണിക്കൊക്കെ ആവറൂട്ടി എന്ന് പറഞ്ഞാൽ പകൽ നമ്മൾ പോകില്ല പേടിച്ചിട്ട്. അത്രയ്ക്ക് ആന ഉള്ളതല്ല. അങ്ങനെ നടന്ന് ആന ചത്താലും രാജവമ്പാലനെ പിടിക്കാനും ഇതൊക്കെ നടന്ന് അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. എന്നിട്ട് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം എനിക്ക് പൈസ തരാനുള്ളവരും. ഇവിടെ വനം മന്ത്രി ശശീന്ദ്രൻ സാറിൻ്റെ അടുത്ത് ഞാൻ 3 നിവേദനം കൊടുത്തിട്ടുണ്ട്. അയാൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഞാൻ മൂന്നാറിൽ ചെന്നപ്പോൾ അവിടുത്തെ എന്നിരുന്ന് ACFന് അറിയാം. തരാമെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇതേവരെ എനിക്കൊരു 5 പൈസ ഇല്ല. ഞാനിപ്പോൾ എനിക്ക് അറ്റാക്ക് പിടിച്ച് ഗുളിക താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. ബ്ലാക്കിൽ മേടിക്കണം അന്യായ വില കൊടുത്ത്. ഇപ്പോഴും ജീവനിലനിർത്തുന്ന ഈ ഗുളിക കഴിക്കണം 2-3 വെച്ച്. എൻ്റെ കുടുംബം ഈയിടെയായിട്ട് വീണിട്ട് അതും അവസ്ഥയായിട്ട് എടുക്കും. ഇവിടെ നാട്ടുകാരൊക്കെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാരും നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറുമില്ല, ഒന്നും കയറി വന്നിട്ടുമില്ല. ഞാൻ ആശുപത്രിയിൽ അറ്റാക്കായിട്ട് കിടന്നപ്പോൾ ഇവരവിടെ വന്നിട്ട് പോകുന്നു. ഞാൻ ഫീൽഡിൽ കിടന്നപ്പോൾ എനിക്ക് വിഷയം ഉണ്ടായത് മുടിപ്പാറ നമ്മുടെ മുത്തിക്കാട് പ്ലാന്റേഷനിൽ വെച്ചാണ് എനിക്ക് അറ്റാക്കിൻ്റെ ആരംഭമുണ്ടായി. ഞാൻ ഇടയ്ക്ക് വെച്ച് വീണ് എന്നെ എടുത്ത് കൊണ്ടുപോയത്. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒത്തിരി ചൂഷണങ്ങളാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇതിവിടെ ഡിവിഷനിലുള്ള ആൾക്കാർ മെയിൻ കൈയാണ് ഇതിൻ്റെ അകത്ത്. അവിടെയുള്ള HA മുതലായ ആൾക്കാർ ഇതിൻ്റെ അകത്ത് കൈയുണ്ട് ഈ പൈസ എടുക്കണം. അല്ലെങ്കിൽ അവിടുന്ന് പൈസ കൊടുക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വരുള്ളൂ. അവിടെയുള്ള HAക്ക് എല്ലാവർക്കും അറിയാം. DOന് അറിയാൻ പാടണമെന്ന് എനിക്കും അറിയാൻ പറ്റില്ല. കാരണം കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, ക്ലർക്കന്മാരും. ഇവർക്ക് എല്ലാം എന്ത് കാര്യം നടന്നാലും ഇവർക്കൊക്കെ പങ്കുണ്ട്. DO ഇവിടുത്തെ കാരണമല്ല വേറെ കണ്ട അയാളൊക്കെ അറിയാവുന്ന എനിക്കറിയാം. അയാളുടെ അടുത്ത് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് ACF സാൻഡ്രി ടോം എന്ന് പറഞ്ഞ ആളിപ്പോൾ കോട്ടയം സർക്കിളിലേക്ക് മാറി. അയാൾ വന്നപ്പോൾ എൻ്റെ ഫോറസ്റ്റായിരുന്നു 2001. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് മാറി അപ്പം തന്നെ ട്രാൻസ്ഫർ മേടിച്ച് വിടുന്നു. അങ്ങനെ ഇവിടെയുള്ള എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന് കമ്പനി എല്ലാവർക്കും അറിയാം. എൻ്റെ കയ്യിൽ കൈക്കൂലി കൊടുക്കാനില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കണ ഈ ഒരു ചുമട് പേപ്പറുണ്ട് എല്ലാവർക്കും. ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്, ശശീന്ദ്രന്, ACFന്, ക്രൈം ബ്രാഞ്ചിന്, ഈ ഫ്ലൈ സ്ക്വാഡ് DFO അന്നിരുന്ന് അതേപോലെ എല്ലാവർക്കും ഞാൻ കൊടുത്ത എൻ്റെ രേഖ ഇരിക്കുക. അതിനകത്ത് ഇതൊന്നും അല്ല എൻ്റെ. ഞാൻ നടന്നൊരു 10-40,000 രൂപ എനിക്ക് ഒട്ടച്ചെലവായി കിട്ടുമെന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇവരൊരു ചെറുപേരിൽ അറിയില്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പറയണില്ല, ആരുമില്ല. രാഷ്ട്രീയക്കാർക്ക് ഇവരിൽ നിന്ന് ഒത്തിരി ഗുണങ്ങളുണ്ട്. കാരണം ഇവരെന്ത് ആവശ്യപ്പെട്ടാലും അവിടെ ചെല്ലുമ്പോൾ ഫോറസ്റ്റുകാർ നടത്തി കൊടുക്കും. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് 13,000 രൂപ 30 ദിവസം പണിയുമ്പോൾ കിട്ടുന്ന കാശ് 7,000-8,000 രൂപ അവർ ഞങ്ങൾക്ക് വെറും 4,000 രൂപ വെച്ചൊക്കെ തന്നെ. വാച്ചർമാർക്ക് കണക്ക് പറഞ്ഞ ഒരു 22-24 ദിവസം വെച്ച് എഴുതി തന്നെ സാർ. ഞങ്ങൾക്ക് എന്നാലും കടമുള്ളൂ. ഞങ്ങൾ ഈ കടകളിൽ നിന്നൊക്കെ അരിസാധനങ്ങളൊക്കെ കടം മേടിച്ചാണ് ജീവിക്കണേ. ഈ പെണ്ണൂർക്കുടിയിലുള്ള രാജു ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ജീവൻ ഉപയോഗിച്ച് നടക്കുക ആവറൂട്ടി നോക്കണം. അതേപോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. ഇവർക്ക് തോന്നുന്നൊരു വാച്ചർമാർ ഇപ്പം ഞാൻ പോകുന്നു. ഒത്തിരി പല ആൾക്കാരുടെ പേര് കള്ളപ്പേര് വെച്ച് എഴുതി അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ ആദിവാസികളോട് ശരിയായ ശമ്പളമൊന്നും കൊടുക്കണ്ട. ഇത് അടിയന്തരമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. കാരണം ഇവന്മാരുടെ ഈ കട്ട് ചെയ്തിട്ട് എനിക്ക്
പണി കിട്ടിയില്ല, അല്ല ഈ പൈസ കിട്ടിയില്ല, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, ഞാൻ തെണ്ടിയെടുത്താലും കുഴപ്പമില്ല. ഇനി മേലിൽ ഇനി ആർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്. ഇവരെ റിസോർട്ടുകളിൽ നിന്നും അവിടെ നിന്ന് നോക്കി അവർക്ക് തടി മുറിക്കണതിനൊക്കെ കൈക്കൂലി കിട്ടും. ഞങ്ങൾക്ക് ആരോ സാർ തന്നെ ഒരു പൈസ കിട്ടില്ല. എവിടെ ഫീൽഡിൽ പോയി 10-300 രൂപ വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വേണം പോകാൻ. ഇവരാ ശമ്പളം തരുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് 3 മാസം 4 മാസം എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ശകലം ശമ്പളം തന്നെ. ഇവിടുത്തെ DO പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ആരറിഞ്ഞിട്ടും കാര്യമില്ല. ഇവരെ എപ്പോഴും അവർക്കൊക്കെ സ്വാധീനമാണ് ഈ ഉദ്യോഗസ്ഥർ. ഇവരെന്ത് മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തു കൊടുക്കും. ഇവർക്ക് മദ്യമോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മളെ ഇത്രയും വിഷയം ഉണ്ടായിട്ട് ഇത്രയും കാലങ്ങളായി, ഇപ്പോൾ 2 വർഷമായി ഞാനിങ്ങനെ ആശുപത്രി കയറുന്നു. ഒരു 10 രൂപ എനിക്ക് തരും. ഇവിടെ ഒരു രാഷ്ട്രീയ ആൾക്കാർ അത് തെറ്റാണ് ഈ കാണിച്ചത്. അവർ പണിയെടുത്ത് പാവപ്പെട്ടവർക്ക് കാശ് ആരും പറയാത്ത അയാളതാണ്. അങ്ങനെ ഈ ആദിവാസികൾക്ക് അറിയാൻ പാടില്ല. അവരൊന്നും ചോദിക്കണില്ലല്ലോ. അവർ ചോദിച്ചാൽ ഒന്നാമത്തെ പേടിയാണ്, ഭയം അവർക്ക്. അവരില്ലാത്ത കള്ളക്കേസുണ്ടാക്കാലി ആക്രമിക്കും, ഇതൊക്കെ ചെയ്യും. അത് കാരണം ആരും ഇങ്ങനെ രംഗത്തേക്ക് വരില്ല. ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ മാരെ കിട്ടാണ്ട് ഇവിടെ ഇടയിലും വഴിയിലൊക്കെ നിൽക്കേണ്ട ആൾക്കാർ പേടിച്ചിട്ടാണ് വരാത്തത്. കാരണം അവർക്ക് നാളെ കാട്ടിൽ എന്തെങ്കിലും കാര്യത്തിന് കയറണം. ഇല്ലാത്ത കള്ളക്കേസായി നടക്കാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ശരിയാണ്. ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഒരു കാര്യം ഇവിടെ നടക്കില്ല. ഒരു വനം കൊള്ളയും നടക്കില്ല, ഒന്നും നടക്കില്ല. വനം കൊള്ളയും നടക്കില്ല, ഒന്നും നടക്കില്ല. ഇതിനൊക്കെ അവർക്ക് കാശ് കൊടുക്കണം. അല്ലെങ്കിൽ ഇവരറിയാത്തതുകൊണ്ടല്ല. എൻ്റെ കേസ് എല്ലാവർക്കും അറിയാം. ഞാൻ അത്രയ്ക്ക് ജീവൻ ഉപയോഗിച്ചിരുന്ന് പണിയെടുക്കണമെന്നാണ് രാത്രിയും പോലും. എന്നിട്ട് എൻ്റെ പൈസ കിട്ടാത്തത് ഇവർ ഡിവിഷനിൽ വന്ന് പറയുമോ യാതൊന്നും ചെയ്യില്ല. ഇവരുടെ ഞാൻ ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞല്ലാണ്ട് യാതൊരു കാര്യവും ഞങ്ങളുടെ കാര്യത്തിൽ ചെയ്യില്ല സാർ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവരുടെ ഈ കളത്തേറ്റ് ഒന്ന് നിർത്താൻ ഞങ്ങൾക്ക് ഇനി ഒന്നും കിട്ടിയില്ല. വേണ്ട മേലിങ്ങനെ മറ്റുള്ള ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് വരരുത്, അങ്ങനെ സംവിധാനം. അല്ലെങ്കിൽ വാച്ചർ പോസ്റ്റ് പിരിച്ചു വിട്ടിട്ട് PSC വഴി എടുക്കും വാച്ചർമാരെ. ഇവരുടെ കളത്തേറ്റ് അവിടെ തന്നെ അന്നേരം സർക്കാർ നേരിട്ടല്ലേ കിട്ടുള്ളൂ. ഇത് കുറേ ആൾക്കാരെ അതിന് സൈഡസാണ്. അപ്പോൾ അത് കാരണം ഇതിന് അടിയന്തരമായ തീരുമാനം ഉണ്ടാക്കണം എന്ന് മാത്രമേ. ഇന്നാൾ പരാതി വിജിലൻസിന് ഇവിടെ ഞങ്ങളുടെ ശമ്പളം എടുത്തതിന് ആദ്യം വിജിലൻസ് ഞങ്ങളുടെ പ്ലേസ് കോഡ് DO പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ കോതമംഗലം പ്ലേസ് കോഡ് DO പറഞ്ഞാൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഒരു പണിയും ചെയ്യില്ലെന്ന് പറയും. ഇന്നാൾ വിജിലൻസ് 3 പേര് അരുൺകുമാർ, പിന്നെ ലാൽ സാറ്, CG മുഹമ്മദ് സാർ ഇവരൊക്കെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഇരുമ്പാലം സിറ്റിയിൽ വെച്ച് ചോദിച്ചു. സാറിന് വിളിച്ചു, ഇയാളെ വിളിച്ചു. സാറ് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ കക്കാണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഈ സസ്പെൻഡ് കിട്ടിയത്? നേരിട്ട് പ്ലേസ് കോഡ് DO ചോദിച്ചു. സാറേ ഞാനങ്ങ് വരട്ടെ, ഞാൻ നാളെ സാറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ സാർ അങ്ങനെയല്ലേ പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇപ്പോൾ വരണ്ട, അത് ഞാൻ സാറേ വരണ്ട, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ ഇന്ന് മതി. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഫോൺ എടുക്കില്ല. അതുപോലെ കോട്ടയം സർക്കിളിലൊക്കെ എൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഞങ്ങൾ പണി ചെയ്തതാണ്. 6 മൈൽ കലക്കിൻ്റെ അടിയിൽ ഞാൻ മരിച്ചു കൊണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് 10 പൈസയൊന്നുമില്ല. നാട്ടുകാർ വിരിവിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോയി. എൻ്റെ പെണ്ണുമ്പിളെ ഭാര്യ എപ്പോഴും കിടക്കുവാണ് ഇടുപ്പ് വിട്ടിട്ട്. 2-2.5 ലക്ഷം രൂപ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്കാണെങ്കിൽ ഒരു ദിവസം എത്ര രൂപയുടെ ഗുളിക ഉണ്ടെന്ന് പറയാം. ഇവന്മാരും ഒരു സഹായം ചെയ്യാനില്ല. ഇവർ കൊള്ളയ്ക്ക് മാത്രമേ സൈഡിൽ കൂടും. പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. അതിന് അടിയന്തരമായിട്ട് അവിടെ നിന്ന് ഒരു തീരുമാനം. അതിന് ഞങ്ങൾ സമരത്തിന് പോകും. ഡൽഹി വരെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെ ഞങ്ങൾ വിടൂല. മുഖ്യമന്ത്രിയാണ് അത്രയ്ക്ക് സങ്കടമുണ്ട് സാർ. എനിക്ക് പൈസ കിട്ടിയില്ല. ഈ വനമന്ത്രിനാട്ടെ ഇങ്ങനെയുള്ള മന്ത്രിമാരെ നിർത്താൻ പാടില്ല. ഒരു കഴിവില്ലാത്തവരെ ഇങ്ങനെ ഒരു കഴിവില്ലാത്ത വനമന്ത്രിൻ്റെ ആയുസ് കണ്ടേക്കണേ. കാരണം അയാൾ ഈയിടെ ഞാൻ കണ്ടു വയനാട്ടിൽ ആന വന്നപ്പോൾ ഇവരൊക്കെ പറഞ്ഞ 10 ലക്ഷം രൂപ ഒരാളുടെ ജീവന് 10 ലക്ഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ട. ചുമ്മാ ഇവിടെ അവർക്ക് കാശ് മേടിച്ചിട്ട് കൊല്ലിച്ചാൽ പോരെ. ജനങ്ങളുടെ ജീവന് 10 ലക്ഷമാണ് സാർ വില വന്നിരിക്കുന്നത്. ഈ വനംവകുപ്പിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ കേൾക്കണല്ലേ. CCF ACF എല്ലാം ഉണ്ടെന്ന് പറയുന്നു. എല്ലാവരും കേൾക്കുന്നുണ്ട്. നമ്മളെ മുകളിലുള്ള ഘടകത്തിൽ ചെന്ന് പറഞ്ഞാൽ ഇവന്മാർ അപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊടുക്കും. ഇവർ ഇതിന് കമ്പനി എല്ലാത്തിനും പ്രൈസ് കോഡും ഒക്കെ അത്. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ട് ഇത് ഇല്ലായ്മ വരണം. ഞങ്ങൾക്ക് കിട്ടിയില്ല മേഡം. ഞങ്ങൾ പേടിച്ചിട്ട് ഒത്തിരി ആൾക്കാരുടെ സാർ ഞങ്ങളുടെ കൂടുതൽ ഇനിയും വാച്ചർമാർ മാറിയൊക്കെ വരാൻ വന്നില്ല. പേടിയാണ് അവർക്ക്. പേടിച്ചെന്നാൽ ഇവരെല്ലാം ഇല്ലാത്ത കള്ളക്കേസുണ്ടാക്കും. ഒരു കേസുണ്ടെങ്കിൽ 4 കേസുണ്ടാകും. കാട്ടിക്കയറേണ്ട നിങ്ങൾക്ക് കാട്ടിക്കയറി എന്തെങ്കിലും എടുക്കണ്ട, അല്ലെങ്കിൽ ഈറ്റതൊക്കെ എടുത്തല്ലേ ജീവിക്കണേ. അത് എടുപ്പിക്കില്ല, അതിൻ്റെ പേര് കേസെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അമർച്ച ചെയ്യണം. അടിയന്തരമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. എൻ്റെ മാതിരി 3-4-5 വാച്ചർമാർ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. പിന്നെയുണ്ട്